മലപ്പുറം ജില്ല പ്രത്യേകിച്ചും ചോദിക്കുകയാണെങ്കിൽ ഇപ്പം മലപ്പുറം ജില്ലയാണ് കേരളത്തിലെ ഒരു ഈ രീതിയിലുള്ള ഒരു നാച്ചുറൽ ടാലൻസ് കൂടുതലുള്ള സ്ഥലം എന്ന് പറയുന്നത്. അവിടുന്ന് എന്തുകൊണ്ടാണ് അതാ അതിലൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ നാച്ചുറൽ ടാലന്റ് ഞാൻ നേരത്തെ നമ്മൾ ഓഫ് ദ മൈക്കിൽ സംസാരിച്ചത് ഒരു 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 പ്ലെയറെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയറെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടെങ്കിൽ കൊല്ലം മെസ്സിയും സാവിയും ഒക്കെ ബാഴ്സലോണയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യണം. അവർ അത്ര സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവരാണ്. അവർക്ക് ടാലൻറ്റിനെ കിട്ടിയാലാണ് അവർക്ക് അത് വ്യക്തമായിട്ട് പണിയെടുക്കാൻ പറ്റും. ഇപ്പം മലപ്പുറം ജില്ലയിൽ നമ്മൾ ടോട്ടലെടുക്കുമ്പോൾ ഒരുപാട് പ്ലേയേഴ്സ് പന്ത് കളിക്കുന്നത് അവരെ ഗൈഡ് ചെയ്യുന്ന സിസ്റ്റം റോങ് ആണ്. കാരണം ഒരു ടാലൻറ്റിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ടാലൻറ്റിന് ഏതുവരെ പോകാമെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നാച്ചുറൽ ബ്യൂട്ടി വെച്ചിട്ട്. ആ പ്ലെയറെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നീ ഇത്രയും വർഷം ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഡെവലപ്പ് പോകാം. ഇപ്പം ഞാൻ എൻ്റെ കുട്ടികളെ ട്രെയിൻ ഞാൻ പറയും, നീ ഇൻ്റർനാഷണൽ ആവാൻ സാധ്യത ഉണ്ട്, നീ യൂണിവേഴ്സിറ്റി കളിച്ച് ജോലി പിടിക്കണം. കാരണം കുട്ടികൾക്ക് ലൈഫ് സെറ്റിൽ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ കൾച്ചറും ലാറ്റിൻ അമേരിക്കൻ കൾച്ചറും എൻറ്റയർലി വ്യത്യാസമുണ്ട്. നമ്മുടെ ലൈഫിനോടുള്ള അപ്രോച്ചും ലാറ്റിൻ അമേരിക്കൻ അപ്രോച്ചും ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഫാമിലിയുമായിട്ട് കണക്റ്റഡ് ആണ്. നമുക്ക് കാര്യങ്ങൾ നടത്തണം, പെങ്ങളെ കല്യാണം കഴിക്കണം, കാര്യങ്ങൾ കുറേ ഉണ്ട്. അപ്പം നമ്മൾ ഫുട്ബോളിൻ്റെ പിറകെ പോയിട്ട് നമുക്ക് ലൈഫ് കളയാൻ പറ്റില്ല. അവിടെയാണ് നിങ്ങൾ നാച്ചുറലായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, അവരെ ഗൈഡ് ചെയ്യണം, പാത്ത് ക്ലാരിറ്റി വരുത്തണം. ഇപ്പം എനിക്ക് അക്കാഡമി ഉണ്ട്. നമ്മളവരോടൊന്ന് പറഞ്ഞാൽ ഞങ്ങളെ കളിക്കാരനാക്കി തരാന്നല്ല, നിങ്ങൾ ഗൈഡ് ചെയ്യാന്നാണ് പറയുന്നത്, ദ റൈറ്റ് വേയിൽ. അപ്പം അതിൽ ടാലൻ്റ് ഉള്ള പ്ലേയേഴ്സ് വരുമ്പോൾ അവർ ആ ലിഫ്റ്റ് ചെയ്യപ്പെടണം. ആ ലിഫ്റ്റ് ചെയ്യപ്പെടുന്ന സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇപ്പോൾ ഒരാൾ ഒരു ബോൾ അവിടെ കിടക്കുന്നു, ആ ബോളിലേക്ക് എത്തണമെങ്കിൽ അവൻ്റെ ബേസിക് സ്പീഡ് കൂടണം. ആ ബോൾ വിൻ ചെയ്യുന്നവൻ അറ്റാക്കറും ബാക്കിലുള്ളവൻ ഡിഫൻഡറുമായിട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ സ്പീഡ് എന്ന് പറഞ്ഞ നേരത്തെ സാറ് കൊണ്ട് കോമ്പണൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയാണ് നമ്മളൊരു സിസ്റ്റത്തിന് ഡെവലപ്പ്. ഇതിൻ്റെ സയൻറ്റിഫിക് വേർഷനാണ് യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് റോ മെറ്റീരിയൽ എടുക്കുന്നു, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് റോ മെറ്റീരിയൽ എടുക്കുന്നു. അവരതിനെ സയൻറ്റിഫിക് ആയിട്ട് അവിടെ വർക്ക് ചെയ്യണം. ഇപ്പം ഞാൻ നേരിട്ട് കണ്ട റൊബീനോ എന്ന് പറഞ്ഞ നമ്മുടെ ബ്രസീൽ AC മിലാനും അൽ അഹ്ലിയും കൂടി ദുബായിൽ ഫ്രണ്ട്ലി മാച്ചിൽ ഈ റൊബീനോ ഒരു ഷോൾഡർ പുഷിൽ ഒരു വലിയൊരു പ്ലെയർ അയാൾ ലിഫ്റ്റ് ഔട്ട് ചെയ്ത് കളഞ്ഞു. അവിടെ എന്താ നമ്മൾ കാണുമ്പോൾ എന്താ അവിടെ ബോഡിയുടെ ഫങ്ഷനിങ് ആണ്. റൊബീനോ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ സാറ് നമ്മളെ പോലത്തെ ചെറിയ സൈസാണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതിനെ ആ സയൻറ്റിഫിക് ആയിട്ട് അപ്രോച്ച് ചെയ്തേ മതിയാവും. ഈ സയൻറ്റിഫിക് അപ്രോച്ച് ചെയ്യാനാണ് നമ്മൾ ക്ലബ്ബുകളോട് പറയുന്നത്. ഇപ്പോൾ ഉക്കുമനോ വെച്ച് 2 മാസം മുന്നേ ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഒരൊറ്റ ISL ക്ലബ്ബുകളും പ്ലേയേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, ഉപയോഗിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.